ഇന്ന് ഒരു ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് 1 കിലോ അരി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി. അതിലേക്ക് നമ്മളിപ്പോൾ 1 കിലോ ഒനിയൻ അത് സ്ലൈസ് ചെയ്തിട്ട് ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഫ്രൈ ആക്കണം. പിന്നെ ഒരു 1/4 ഭാഗം വരുന്നത് നമ്മൾ മസാലയ്ക്കാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ 1 കിലോ ഒനിയൻ കട്ട് ചെയ്ത് ഒരു 1/4 ഭാഗം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണിത്. പിന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, ഓൾ സ്പൈസസ്. ഇനി നമ്മൾ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ, ഇതിൽ നമ്മൾ തൈര്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തരം മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നേരം നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട്. നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്യാൻ ഇട്ടേക്കുന്നതാണ്. അപ്പുറത്ത് തന്നെ ബോയിൽ ചെയ്യാനുള്ള റൈസ് ബോയിൽ ചെയ്യാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഒനിയനെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് ഇടുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അതിൽ മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് മിക്സ് ചെയ്യണത്. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കിയത്. അതുകൊണ്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള ഓയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാണ്. മല്ലി പുതിനയാണ് ചെയ്തത്. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണം എന്നില്ല. അത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യണത് ജസ്റ്റ് ഒന്ന് ഉടയാണ്ടിരിക്കാനാണ് പീസ്. നമ്മൾ നോർമലി ഫ്രൈ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് റൈസ് അതിൻ്റെ മുകളിലിട്ട് ദമ്മടിക്കുകയാണ് ശരിക്കും ദം ബിരിയാണിയിൽ ചെയ്യണത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒനിയൻ നമ്മളിപ്പോൾ ഇടണില്ല. ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ മാത്രം ഒനിയൻ മിക്സ് ചെയ്യുള്ളൂ. അതിനുശേഷം ഫയർ ഓഫ് ചെയ്തതിന് ശേഷം മസാലയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഒനിയനും കൂടി മിക്സ് ചെയ്യണം. അതൊക്കെ ലാസ്റ്റ് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇതും നമ്മളിപ്പോൾ ഇടുന്നില്ല. ഇത് നമ്മൾ ഫയറെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മിക്സ് ചെയ്ത് വയ്ക്കുള്ളൂ.
അപ്പോൾ ചിക്കന് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ഒനിയനും ഫ്രൈ ചെയ്ത ഒനിയൻ ലാസ്റ്റാണ് ഇടുള്ളൂ. ഇത് നമ്മൾ പച്ച ഒനിയനാണ്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് സോട്ടാക്കണം. നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, റൈസിൻ്റെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് മസാലയുടെ വെച്ചു. പിന്നെ കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്യണം. അതിന് തന്നെ കുറച്ച് വെള്ളമോ ലെമൺ ജ്യൂസോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് മെൽട്ടാക്കണം. ഓൾറെഡി മെൽട്ടാക്കി വെച്ചതാണ്, ഞാൻ കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്തെന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ റൈസിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മസാലകളൊക്കെ നമുക്ക് അറിയാം ബിരിയാണിയുടെ. നമ്മൾ ഈ ദം അടിക്കുമ്പോഴുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ റൈസിന് മസാല എത്രത്തോളം കയറണം എന്നനുസരിച്ചിട്ട് വേണം നമ്മളിത് ദം അടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു റൈസിൻ്റെ ഒരുപാട് മുകളിലേക്ക് മസാല കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് ഒരു 60% ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം, 60-70% കുക്ക് ചെയ്തതിന് ശേഷം ചിക്കനിൽ നമ്മൾ ഒഴിക്കണ വാട്ടറാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 60% റൈസ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദം അടിക്കാനുള്ള വെള്ളം കയറ്റി വയ്ക്കണം. അപ്പോഴാണ് റൈസിൻ്റെ മുകളിലേക്കൊക്കെ മസാല കയറുന്നത്. നമുക്ക് അത്രയ്ക്ക് മസാല മുകളിലേക്ക് കയറണ്ടായെന്നുണ്ടെങ്കിൽ റൈസ് ഒരു 80-85% ബോയിൽ ചെയ്ത് ഊറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ അതിൽ വെക്കുന്ന വെള്ളം അതനുസരിച്ച് കുറയ്ക്കണം. ചിക്കൻ്റെ ഒപ്പത്തിനോ ജസ്റ്റ് താഴേക്കായിട്ടുള്ള വെള്ളം മതിയായിരിക്കും. ഇതാണ് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. നമ്മൾ ഗീ ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ്. വേറെ ഒന്നും ഈ ദമ്മടിക്കണ കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടില്ല. മസാലകളൊക്കെ നമുക്ക് നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ചൊക്കെ ഇതിപ്പോൾ ഫ്രൈഡ് ഒനിയൻ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ചിക്കൻ്റെ. അതിന് ശേഷം നമ്മൾ ഈ ഫ്രൈഡ് ഒനിയൻ ഇടണം. മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സാധാരണഗതിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ഇടുന്ന സാധാരണ മസാലകളൊക്കെ തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് പച്ച മസാലകളാണ്. ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ്. അതൊക്കെ ഒരു കിലോ റൈസ് ആണെങ്കിൽ ഒരു 25-50 ഗ്രാമിൻ്റെ ഒക്കെ അടിയിൽ മതി ഈ ജിഞ്ചറും ഗാർലിക്കൊക്കെ. ഗ്രീൻ ചില്ലി ഒരു 10-12 പീസ് ഗ്രീൻ ചില്ലിയൊക്കെ മതിയാവും. അത് ഇത്തിരി ശ്രദ്ധിക്കണം. പിന്നെ ഈ റൈസിൻ്റെ കളറ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ആഡ് ചെയ്യാണ്ട് തന്നെ മസാലയുടെ ഒരു കളറുണ്ട്. അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മുളക് പൊടി കൂടുതലായിട്ടാൽ റെഡിഷ് കളർ വരും. ഒരു മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചിടുക, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക. ഇപ്പം നമ്മൾ റൈസ് ഇതാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ദം അടിക്കുന്ന സമയത്ത്. എനിക്കാണെങ്കിൽ അധികം മുകളിലോട്ട് മസാല കയറാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ആ ചിക്കനോ ഒപ്പത്തിനാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ചിക്കന് ഒപ്പമുള്ളൂ വെള്ളം. അപ്പോൾ നമ്മൾ റൈസായി. ഇനി നമ്മൾ റൈസ് ഊറ്റി അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒറ്റ കൂട്ടിയിടരുത്. കാരണം റൈസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ളതാണ്. റൈസിന് കുറച്ചും കൂടി നീളം വയ്ക്കും. അപ്പോൾ അതനുസരിച്ച് കൂട്ടിയിട്ട് ഇടരുത്, പരത്തിൻ്റെ ഇടണം. പാത്രവും വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് പരന്ന പാത്രമൊക്കെയാണ് റൈസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. നമ്മൾ ലെയറായിട്ട് അതിൽ ഗീ ഫ്രൈഡ് ഒനിയൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല അതിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല. ആ ഒരു ഫ്രൈഡ് ഒനിയൻ അതിൽ ഇടയിലിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഫ്രൈഡ് ഒനിയനൊക്കെ ഇനിയും കുറച്ച് കൂടുതലൊക്കെ ഇടാം. റൈസ് കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ആവും. മല്ലി പുതിന വെട്ടിയത് ഓൾറെഡി മസാലയിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കളറ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം അടുത്ത ലെയർ റൈസ് കയറ്റി ഇടണം. ഈ സമയത്ത് നമ്മൾ റൈസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല.
എല്ലാ റൈസും നമ്മളിട്ടു. അതിൽ കുറച്ച് ഫ്രൈഡ് ഒനിയനും ഉണ്ട്, അതൊക്കെ അതിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടോ, നമുക്കത് ആവശ്യമില്ല. ഇനി നമ്മൾ ദമ്മടിക്കുക, 1 മണിക്കൂറോളം ദമ്മടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ അടിയിൽ ഫയറൊന്നുമില്ല. ഇനി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് നല്ല ഫ്ലെയിമിൽ ദമ്മ് ചെയ്തിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 10-15-20 മിനിറ്റൊക്കെ ഒരു സിം ഫയറിലിട്ടിട്ട് അതിനുശേഷം അത് ഓഫ് ചെയ്തിട്ട് 1 അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കാണ് റൈസ് കറക്റ്റായിട്ട് ഡ്രൈ ആയി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ നേരം ദമ്മിലിടുക, അത് കഴിഞ്ഞാൽ സെർവ് ചെയ്യുക. ഇതിനേക്കാളൊക്കെ നല്ലതെന്ന് പറയുന്നത് നമ്മൾ തീയിൽ വിറകടുപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ദമ്മൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ദമ്മ് പൊട്ടിക്കുകയാണ്, 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ദമ്മ് പൊട്ടിക്കുകയാണ്. അപ്പോൾ അത് അടുത്ത് സെർവിങ് ആണ്. ഈ സെർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റൈസ് ഉടയാണ്ട് എടുത്ത് സെർവ് ചെയ്യണം. ആദ്യം അടിയിൽ നിന്ന് കുറച്ച് 2 പീസും കുറച്ച് മസാല റൈസും എടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ ആ പ്ലെയിൻ റൈസ് ആക്കി എടുക്കണില്ലേ, അതെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ദമ്മ് മുകളിലേക്ക് അധികം കയറാത്ത രീതിയിൽ അടിച്ചത്. കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള ബിരിയാണി, കുറച്ചും കൂടി മസാല ആവശ്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റൈസിൻ്റെ ബോയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ദമ്മടിക്കണതിൽ കുറച്ച് വെള്ളം കയറ്റിയിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ആണിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കണത്. ആ ഒരു വൈറ്റ് റൈസ് മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ്. സെർവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇതിൽ, ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, ഇത്രയുള്ള ഒരു ദം ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണി. ദമ്മടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത്രമാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, നമ്മുടെ ബിരിയാണി എല്ലാം ഫിനിഷായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ